Dear students, very good morning all. Once more all welcome to Auditing and Corporate Governance new video class. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ്. And what do you mean by audit report and what do you mean by audit certificate? Then what are the difference between audit report and audit certificate? Then what are the special qualities or characteristics of a good audit report and what are the different types of audit report? Okay, so examine എല്ലാ തവണയും ഒരു രണ്ട് ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എല്ലാ തവണയും എക്സാമിന് രണ്ട് ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം, എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ആരാണ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓഡിറ്റർ എന്താണ്, ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്, ഒരു ഓഡിറ്റർ ഒരു കമ്പനിയിൽ ഓഡിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവൃത്തികളാണ് പിന്നെ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതിന്റെ ആവശ്യകത. ഓക്കെ, ദ auditor of a company is appointed to check the accounts and report to the shareholders regarding the accounts audited by him. അപ്പോൾ ഒരു കമ്പനിയിലെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വെരിഫൈ ചെയ്തുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് ഷെയർ ഹോൾഡേഴ്സിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. So the auditor of a company is appointed to check the accounts, that means statement of affairs, and report to the shareholders regarding the accounts audited by him. അപ്പോൾ അവിടുത്തെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് രണ്ട് പാർട്ടാണ്. The accounts of a company, it consists of balance sheet and profit and loss account. നമുക്കറിയാം 2013 കമ്പനീസ് ആക്ടിലെ അമെൻമെന്റ് പ്രകാരം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത് ന്യൂ ഫോർമാറ്റിലാണ്. അപ്പോൾ ആ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോയെന്നും കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഫോർമാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പുതിയ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനകത്തും പറഞ്ഞിട്ടുള്ള ഫാക്ട് ട്രൂ ആണ് അല്ലെങ്കിൽ ഫെയർ ആണ് എന്നുള്ള റിപ്പോർട്ടാണ് ഒരു ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. Under section 227 subsection 2 of the Companies Act, section 227 subsection 2 of the Companies Act, ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ക്ലോസ് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത്. 227 subsection 2 of the Companies Act. An auditor is required to make a report to the members of company on the accounts examined by him and on every balance sheet and profit and loss accounts and on every other document declared by the act to be annexed to the balance sheet or profit and loss account which are laid before the company in general meeting during his tenure of office. Such a report is known as the audit report. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള രണ്ട് ഫാക്ടർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, statement of affairs. Statement of affairs or accounts, it consists of balance sheet and profit and loss account and any other documents. Any other documents. Okay. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ദെൻ അതർ റിലേറ്റഡ് ഡോക്യുമെന്റ്സും കൂടി എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു. എന്നിട്ട് എക്സാമിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ് or it ensure the fairness എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരിക്കലും ഒരു കമ്പനി ഓഡിറ്റർ ഡയറക്റ്റ്ലി ഷെയർ ഹോൾഡേഴ്സിന് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്, ഈ കമ്പനിയിലുള്ള ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ സീനിയർ ഒഫീഷ്യൽസ്, മേ ബി ഒരു കമ്പനിയുടെ സെക്രട്ടറി ആവാം, ആ സെക്രട്ടറിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. സെക്രട്ടറി എന്ത് ചെയ്യണം, സെക്രട്ടറി എന്ത് ചെയ്യുന്നു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. എങ്ങനെ? വിത്തിൻ 21 days before the date of annual general meeting of shareholders. ഓക്കെ. അപ്പോൾ കമ്പനിയിലെ ഓഡിറ്റർ ഡയറക്റ്റ്ലി ഷെയർ ഹോൾഡേഴ്സിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല. അവർ കമ്പനിയുടെ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ് ആയിട്ടുള്ള സെക്രട്ടറിക്ക് അല്ലെങ്കിൽ അതർ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസിന് സബ്മിറ്റ് ചെയ്യുന്നു. അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറി ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു കോപ്പി ആനുവൽ ജനറൽ മീറ്റിംഗ്, ഷെയർ ഹോൾഡേഴ്സിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുന്നതിന്റെ 21 ദിവസം മുമ്പായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഒരു കോപ്പി ഈ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുന്ന സമയം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇതിനെ കുറിച്ചിട്ടുള്ള സംസാരിക്കുവാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഏതെങ്കിലും ഷെയർ ഹോൾഡർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷന് ഈ ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ട് നടത്തും. അപ്പോൾ ഓഡിറ്ററിന്റെ ഒരു ഡ്യൂട്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ കമ്പനിയിലെ ഒരു വർഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ അത് ന്യൂ ഫോർമാറ്റിലാണെന്നും ആ പുതിയ ഫോർമാറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ട്രൂ ആണ്, ഫെയർ ആണെന്നും അതിന്റെ വാല്യൂസ് എല്ലാം കറക്റ്റ് ആണ് എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെ ആണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു നല്ല ഓഡിറ്റ് റിപ്പോർട്ടിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തെല്ലാമാണ്? നമ്പർ 1, the report should acquaint with true and fair state of affairs of the company. ഇപ്പോൾ കമ്പനിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അഥവാ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. സോ ദ റിപ്പോർട്ട് ഷുഡ് അക്വയർ ദ ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പൊ ആ കമ്പനിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രൂ ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നു. സെക്കൻഡ് 1, it should exhibit true financial position of the company. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് വേയിലാണെന്നും കമ്പനീസ് ആക്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണെന്നും അതിൽ പറയുന്ന ഓരോ ഫാക്റ്റും റൈറ്റ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നു. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഈ ബാലൻസ് ഷീറ്റിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എൻഷുർ ചെയ്യുന്നു. തേർഡ് 1, it should be based on factual information. That means fact or idea or information in relating to financial matters. For financial matters disclose ചെയ്യുന്ന all ഇവന്റും ഇതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നു. It should be express the opinion of the auditor on the state of affairs of the company. It should express the opinion. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ട്, എനി അതർ ഡോക്യുമെന്റ് കമ്പനി ഒക്യുപ്പൈ ചെയ്തതിനെ കുറിച്ചിട്ട് ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ ഇതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യും. Then fifth 1, it should be forceful and convincing. It should be forceful and convincing. That means ഏതൊരു മാനേജ്മെന്റ് പ്രതിനിധിയെയും കൺവിൻസ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റിപ്പോർട്ട്. Then it should be justify the benefit of shareholders and not for the benefit of directors. കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എലക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഓക്കെ, അപ്പൊ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, കമ്പനിയിലെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്. Then the report should be unbiased and free from mistakes. ഇപ്പോൾ റിപ്പോർട്ടിനകത്ത് യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സും ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ബയാസിലൂടെ പ്രിപ്പയർ ചെയ്തത് ആവരുത് ഓഡിറ്റ് റിപ്പോർട്ട്. ഇറ്റ് ഷുഡ് ബി അൺബയാസ്ഡ് ആൻഡ് ഫ്രീ ഫ്രം ഓൾ മിസ്റ്റേക്സ്. The next one, it should contain timely suggestions for improvement. അപ്പോൾ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള എക്സ്പ്ലനേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻസ് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഇംപ്രൂവ്മെന്റ് ഓർ ഡെവലപ്മെന്റ് ഓർ എനി ക്ലാരിഫിക്കേഷൻസ് അത് ആഡ് ചെയ്യാനും അത് റിമൂവ് ചെയ്യാനുമുള്ള
ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. Then it should be brief and not lengthy. വളരെ ഷോർട്ട് ആയിരിക്കണം. വാരി വലിച്ച് എഴുതുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളത് അത് കൃത്യമായിട്ട് വാരിഫൈ ചെയ്ത് കൊടുക്കുന്ന വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ലെങ്തി അല്ലാത്ത രീതിയിൽ, ഒരുപാട് ടൈം എടുത്തുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ടൊന്നും ഷെയർ ഹോൾഡേഴ്സിനും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും വാരിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഓൾ മാറ്റേഴ്സും ഡിസ്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ വളരെ ബ്രീഫായിട്ട് ലെങ്തി അല്ലാണ്ട് കണ്ടിട്ട് എന്നാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പോകുന്നതായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, 10th one, ഇറ്റ് ഷുഡ് ബി ദ എൻഡ് പാർട്ട് ഓഫ് ദ ഓഡിറ്റ് വർക്ക്. ഇത് ഓഡിറ്റ് വർക്ക് ചെയ്തതിന്റെ അവസാന പോർഷൻ ആണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞത്. സോ ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ദ റിസൾട്ട് ഓഫ് ഓഡിറ്റ് വർക്ക് ഡൺ ബൈ ദ ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റർ ചെയ്തിട്ടുള്ള ഓഡിറ്റ് വർക്കിന്റെ ഒരു റിസൾട്ട് ആണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് ഒരു നല്ല ഓഡിറ്റ് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഓഡിറ്റേഴ്സ് ഈസ് ദ ഏജന്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡറിന്റെ ഏജന്റ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡറിന്റെ ഏജന്റ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് എന്ന് പറഞ്ഞ റിലേഷൻ, പ്രിൻസിപ്പളിന് എന്താണോ റൈറ്റ് ഉള്ളത് അത് ഏജന്റിനും റൈറ്റ് ഉണ്ട്. അതേസമയം പ്രിൻസിപ്പളിന്റെ ഏതെങ്കിലും ഒരു വസ്തുതയ്ക്ക് അപാകത ഉണ്ടാക്കിയാൽ ഏജന്റും റെസ്പോൺസിബിൾ ആണ്, പ്രിൻസിപ്പളും റെസ്പോൺസിബിൾ ആണ്. സോ ഒരു ഏജന്റ് ആയിട്ടാണ് ഓഡിറ്റർ ഒരു ഷെയർ ഹോൾഡറിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നത്. He owes a duty to them to make a report under section 227 subsection 2. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാബിലിറ്റി ആണ് എന്ത് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഫോർ ഷെയർ ഹോൾഡേഴ്സ്. ഇറ്റ് ഷുഡ് ബി ഡ്രാഫ്റ്റഡ് ഇൻ എ ബെറ്റർ വേ. അതുകൊണ്ട് എന്തായിരിക്കണം, വളരെ കൃത്യമായിട്ട്, വളരെ പ്രിഷ്യസ് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, ക്ലിയർ ആയിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. Therefore, the auditor is required to conduct sufficient examination of books of accounts and other records or balance sheet or profit and loss account of the company. അപ്പോൾ കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഓൾ ഫാക്റ്റും തറോയിലി ഒരു ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നിട്ട് വേണം ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. The report should be justifiable as the appointment of auditor is an agent of the shareholders. Okay. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വാട്ട് ആർ ദ കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്തെല്ലാമാണ്. നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ക്വാളിറ്റീസ് ഡിസ്കസ് ചെയ്തു, ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ആർ ദ കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്തെല്ലാമാണ്. ഒരു തവണ എക്സാമിന് 4 മാർക്സ് എഴുതിയത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്തെല്ലാമാണ്. മേജർ ആയിട്ട് 7 പാർട്ടാണുള്ളത്. നമ്പർ 1, whether the auditor has obtained all information and explanation that he considers necessary for the audit. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് വർക്കിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. സോ all matter, that means all accounts, all document thoroughly exam ചെയ്തതിന് ശേഷമാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ whether the auditor has obtained all the information and explanation that he considers necessary for the audit. അപ്പോൾ ഓഡിറ്റ് വർക്ക് ചെയ്യുന്നതിന്റെ മുമ്പേ അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മുമ്പേ എല്ലാ ഇവന്റും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് പോകേണ്ടത് ഓഡിറ്ററിന്റെ ഒരു ഡ്യൂട്ടിയാണ്. സെക്കൻഡ്, അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് ആണ് ആദ്യം ചെയ്യേണ്ടത്. കൃത്യമായി വെരിഫൈ ചെയ്യുക, ഓൾ ഡോക്യുമെന്റ് മേലെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുക. ഫസ്റ്റ് വൺ. Second one, whether proper books of accounts required by law have been kept by the company. ഇപ്പോൾ കമ്പനി റൂൾ പ്രകാരം ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ വേണ്ടി വരുന്നത് അതെല്ലാം കെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ എക്സാമിനേഷൻ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത്. ആ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് എക്സാമിനേഷന് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനീന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്സ് എന്തെല്ലാമാണോ അത് ഈ ഒരു കമ്പനിയിൽ കെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും. തേർഡ് വൺ,
whether the accounts of the branches have been audited or have been exempted from audit. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ഓഡിറ്റ് ഉണ്ടാവും. അപ്പോൾ ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ബ്രാഞ്ചിലെ ബുക്സ് കൊണ്ടുവന്നിട്ട് ഓഡിറ്റ് ചെയ്യാം, ബ്രാഞ്ച് വിസിറ്റ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് ചെയ്യാം. ഏതെങ്കിലും ബ്രാഞ്ച് എക്സംപ്റ്റഡ് ആണെങ്കിൽ അതിനെ കൺസിഡർ ചെയ്ത് പോവുകയും വേണം. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, വെദർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ഇൻ അഗ്രിമെന്റ് വിത്ത് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് റിട്ടേൺസ് ഫ്രം ദ ബ്രാഞ്ചസ്. നമ്മൾ പറഞ്ഞു ബ്രാഞ്ചിൽ നിന്ന് ബുക്സ് വേണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാം ഹെഡ് ഓഫീസിലേക്ക് വരുത്തിച്ചുകൊണ്ട്. ദെൻ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിലേക്ക് റിട്ടേൺ അടിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അത് ഉണ്ടാക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അഗ്രിമെന്റ് എന്താണോ അതനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ഉറപ്പുവയ്ക്കും. ഫിഫ്ത്ത് വൺ, വെദർ എനി അതർ സ്റ്റേറ്റ്മെന്റ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ആസ് റിക്വയർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കണ്ണ് അതിന്റെ മേലെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ആ സെൻട്രൽ ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് കൂടി വെരിഫൈ ചെയ്യേണ്ടത്. സിക്സ്ത് വൺ, വെദർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗിവ് ദ ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ബൈ ദ കമ്പനീസ് ആക്ട് ആൻഡ് ഇൻ എ മാനർ which has to give a true and fair view on whether balance sheet gives true and fair of the statement of affairs at the end of the financial year, whether the profit and loss account gives true and fair view of profit and loss account of the financial year. അതായത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കറക്റ്റ് പേരാണ്. അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇവന്റും, ദാറ്റ് മീൻസ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ഓർ ഇൻഡയറക്റ്റ് ഇൻകംസ്, ഇതെല്ലാം കൃത്യമായി വെരിഫൈ ചെയ്തിട്ടാണ് എൻ്റർ ചെയ്തിട്ടുള്ളതെന്നും, അതുപോലെ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ്സ്, ലാബിലിറ്റി, തേർഡ് പാർട്ടീസിനോടുള്ള ലാബിലിറ്റി, ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, ഇൻടാൻജിബിൾ അസറ്റ്സ്, then long term liability, short term liabilities, and all of the factors ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് ഒന്ന് ഉറപ്പുവരുത്തുന്നത് ഓരോ ഓഡിറ്ററിന്റെയും ഡ്യൂട്ടീസ് ആയിട്ട് വരും. The certificate of corporate governance and certificate of compliance, audit certificate എന്തുണ്ടാക്കണം, പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് സിഗ്നേച്ചർ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ആരാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ സൈൻ ചെയ്ത് പോവേണ്ടത് എന്നുള്ളതാണ്. The audit report should be signed by the company's auditor, section 229. Audit reportil sign ചെയ്യേണ്ടത് by the auditor. ഓഡിറ്ററിനാൽ സൈൻ ചെയ്യപ്പെട്ടു പോകണം. സെക്ഷൻ 229. സെക്ഷൻ 229 നമ്മൾ നേരത്തെ സെക്ഷൻ പഠിച്ചിരുന്നു. സെക്ഷൻ 227 സബ്സെക്ഷൻ 2 എന്താ, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പ്രിപ്പറേഷനും സബ്മിഷനുമാണ് 227 സബ്സെക്ഷൻ 2. സെക്ഷൻ 229 പ്രകാരം ഈ ഉണ്ടാക്കിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇൻ ദിസ് കേസ് firm of auditors, that means that a group of auditors, only a partner in the firm should sign in the audit report. അതിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഓഡിറ്റർ വരുന്നുണ്ടെങ്കിൽ അതിന് 226 പ്രകാരം ഒരു പാർട്ട്ണർ സൈൻ ചെയ്യും. അപ്പോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫേമിൽ നിന്ന് ഓഡിറ്റ് റിപ്പോർട്ടർ വരികയാണെന്ന് ഓഡിറ്റേഴ്സ് വരികയാണെങ്കിൽ അതിൽ ഒരു ഓഡിറ്റർ അതിന്റെ പാർട്ട്ണർ സൈൻ ചെയ്ത് പോകുന്നത് 226. ദെൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യേണ്ടത് 229, 227 സബ്സെക്ഷൻ 2 ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ. Then what are the different types of audit report? Next topic, different types of audit report. ഏതെല്ലാം തരത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉള്ളത്? Then types of audit report. Types of audit report. What are the different types of audit report? Audit report can be divided into two. Audit reportനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. First one, clean report and qualified report. Clean report and qualified report. രണ്ട് തരത്തിലാണ് റിപ്പോർട്ട് ഉണ്ടാവുന്നത്. ഒന്ന് ക്ലീൻ റിപ്പോർട്ടാണ്, രണ്ടാമത്തത് ക്വാളിഫൈഡ് റിപ്പോർട്ടാണ്. ഈ ക്ലീൻ റിപ്പോർട്ടിനെ നമ്മൾ അറിയപ്പെടുന്നത് പോസിറ്റീവ് റിപ്പോർട്ട് എന്നാണ്. പോസിറ്റീവ് റിപ്പോർട്ട്, ക്ലീൻ റിപ്പോർട്ട്. ദാൻ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ആൻഡ് കൺവെൻഷണൽ റിപ്പോർട്ട്. അപ്പോൾ പോസിറ്റീവ്, unqualified and conventional report.
ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് റിപ്പോർട്ട് എന്നും അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നും കൺവേർഷണൽ റിപ്പോർട്ട് എന്നും അറിയപ്പെടുന്നത് ക്ലീൻ റിപ്പോർട്ടാണ്. വാട്ട് ഈസ് ക്വാളിഫൈഡ് റിപ്പോർട്ട്? അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് റിപ്പോർട്ടാണ്. ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് റിപ്പോർട്ടാണ്. ക്ലീൻ റിപ്പോർട്ടിനെ പോസിറ്റീവ് റിപ്പോർട്ട് എന്നും ക്വാളിഫൈഡ് റിപ്പോർട്ടിനെ നെഗറ്റീവ് റിപ്പോർട്ട് എന്നുമാണ് അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് റിപ്പോർട്ടാണ്. ഇനി തെറ്റിദ്ധരിക്കരുത്, ക്വാളിഫൈ ആയത് എങ്ങനെയാണ് നെഗറ്റീവ് ആവുക, അൺക്വാളിഫൈഡ് ആയത് എങ്ങനെയാണ് പോസിറ്റീവ് ആവുക എന്നുള്ളടത്തൊരു ഡൗട്ട് ഉണ്ടായേക്കാം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ നെഗറ്റീവ് ഇംപ്രഷൻ കൊണ്ടുവരുമ്പോൾ അത് അൺക്വാളിഫൈഡ് ആണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ളത് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ അത് ക്ലീൻ റിപ്പോർട്ട് ആണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ക്ലീൻ റിപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ക്വാളിഫൈഡ് ഓർ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ക്ലീൻ റിപ്പോർട്ട്. If an auditor is satisfied with the state of affairs of company, then that is the balance sheet and profit and loss account, he gives a report on various questions which the auditor of company must answer in his report without any reservation or modification or does not include any qualification. Such report are called clean reports. For example, ഒരു ഓഡിറ്റർ ഒരു ഫേമിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഓഡിറ്റ് ചെയ്യുന്ന സമയം ഈ കമ്പനിയിലുള്ള മുഴുവൻ ബുക്സ് ഓഫ് അക്കൗണ്ടും വെരിഫൈ ചെയ്തു. ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ടും വെരിഫൈ ചെയ്തു. അപ്പൊ പുള്ളിക്കാരന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്സ് അവിടെ അവൈലബിൾ ആയി. അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ ആ ക്വസ്റ്റ്യൻസിനുള്ള റൈറ്റ് ആൻസർ കിട്ടി. അപ്പൊ ആ ആൻസറും ഇതിലുള്ള ഡോക്യുമെന്റ്സിൽ എഴുതി വെച്ചിട്ടുള്ള ഫാക്റ്റും എല്ലാം സെയിം വേയിലാണ് എന്നുള്ള അസംഷൻസിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താണ് ക്ലീൻ റിപ്പോർട്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് റിപ്പോർട്ട്. ഈ ഡോക്യുമെന്റ്സിൽ അകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇവന്റിനുമാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് റിപ്പോർട്ട്. അൺക്വാളിഫൈഡ്, ഇതിൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആൻഡ് ഓൾസോ കൺവേർഷണൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ ഫോമിലും നടക്കുന്ന രീതിയാണ് ഇവിടെയും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കൺവെൻഷൻ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തു. ഇതിനെയാണ് എന്ത് പറയുക, ഈ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് അഥവാ പോസിറ്റീവ് റിപ്പോർട്ട് ഓർ കൺവേർഷണൽ റിപ്പോർട്ട് ഓർ ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനുള്ളത് എന്താണ് നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. എപ്പോഴാണ് ഒരു റിപ്പോർട്ടിനെ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് ട്രീറ്റ് ചെയ്തു പോകുന്നത്? If the auditor of a company is not satisfied with any of the explanation or information given to him, or if he thinks that the profit and loss account and balance sheet do not exhibit a true and fair view of the state of affairs of company, he must ask the directors to set the irregularities right, and if the directors failed to give satisfactory explanation of the irregularities, the auditor must mention the fact in his report. Such report is called qualified report or negative report. ഇവിടെ ഡോക്യുമെന്റ്സ് എല്ലാം ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കമ്പനിയിലെ അക്കൗണ്ടന്റുമാരായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയിലെ ഒഫീഷ്യൽസ് ആയിരിക്കും. ഈ ഒഫീഷ്യൽസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മൾ മേജറായിട്ടുള്ള രണ്ട് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ബാലൻസ് ഷീറ്റ്. രണ്ടു പേര്. ഓക്കെ, അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തിട്ടുള്ളത് ട്രൂ ആൻഡ് ഫെയർ വേലല്ല. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിലും ഇറഗുലാരിറ്റീസ് ഉണ്ട്. ദെൻ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ദാറ്റ് മീൻസ് ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്നു? എൻക്വയറീസ് നടത്തുന്നു. ആരോട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട്. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്നല്ല ഈ ഡോക്യുമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ആ ഒരു ഫാക്ട് ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇവന്റും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നിട്ടുള്ള എക്സ്പ്ലനേഷനും സപ്പോർട്ടീവ് അല്ല എന്നുള്ള കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? മെൻഷൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം റിപ്പോർട്ടിനെയാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് അഥവാ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ഇമേജ് ആണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? ഓഡിറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഓഡിറ്റർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് തോന്നിയാൽ ആ ഡൗട്ടിലുള്ള എക്സ്പ്ലനേഷൻ ക്ലിയർ ചെയ്യാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ കമ്പനി ഒഫീഷ്യൽസിനോ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ ഫോൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു? ഓഡിറ്റർ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യും. സോ ദാറ്റ് റിപ്പോർട്ട് ആർ കോൾഡ് ക്വാളിഫൈഡ് റിപ്പോർട്ട് ഓർ നെഗറ്റീവ് റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു.
ഓക്കെ, അപ്പോൾ അതിനെയാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ക്വാളിഫൈഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നത്? ഒരു ഓഡിറ്റർക്ക് ഏത് സിറ്റുവേഷനിലാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഫസ്റ്റ് സിറ്റുവേഷൻ, there may be insufficient information regarding the existence or ownership of certain assets. ഇപ്പോൾ കമ്പനിയിൽ എല്ലാ അസറ്റ്സും ഉണ്ട്, ഫിസിക്കലി വെരിഫൈ ചെയ്യണം അസറ്റ്സ്, ദെൻ വാല്യുവേഷനും ഫിസിക്കലി കണ്ടക്ട് ചെയ്ത് പോകണം. വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ കമ്പനീൻ്റെ ഓണർഷിപ്പിലല്ലാത്ത അസറ്റ്സ് കമ്പനിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ ആൻസർ കിട്ടിയില്ല. അപ്പോൾ കമ്പനിയുടെ അസറ്റ്സിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട് വരുമ്പോൾ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കും. Then he is not satisfied with the accounts of financial statement presented to him. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കമ്പനീസ് ആക്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിലല്ല. ഇനി ഫോർമാറ്റ് ആണെങ്കിൽ തന്നെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂസും കമ്പനിയിലുള്ള എക്സാക്ട് ഫിഗറും തമ്മിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കുക. ഓക്കെ, then third one, the balance sheet and profit and loss account are not in accordance with the books. Then fourth one, incorrect valuation of stock in trade. Stock in trade, stock in the valuation എല്ലായ്പ്പോഴും എങ്ങനെ കൺസിഡർ ചെയ്യാം? Then market price or cost price, whichever is less. ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്യും. വാങ്ങിയപ്പോഴുള്ള വിലയും വിറ്റാൻ കിട്ടുന്ന വിലയും തമ്മിൽ കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് അതാണ് നമ്മൾ സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ വാല്യുവേഷൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് നടത്തിയിട്ടുള്ളിടത്ത് ഇനാഡിക്കേറ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇൻകറക്റ്റ് സംഭവിച്ചു പോയി. Then where there is a violation of the Companies Act, any other laws. ഇപ്പോൾ കമ്പനീൻ്റെ റൂൾസ് റെഗുലേഷൻസ് ഇതിലൊക്കെ വയലേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ കോറം തികയുന്ന കേസിൽ, വോട്ടിംഗ് റൈറ്റിൻ്റെ കേസിൽ, സാലറി കൊടുക്കുന്നതിൻ്റെ കേസിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഷെയർ അല്ലെങ്കിൽ ഡിബെഞ്ചർ കൊടുക്കുന്നിടത്ത്, റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നിടത്ത്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ്, അസറ്റ്സും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നിടത്ത്, അല്ലെങ്കിൽ കമ്പനിയിലെ ആളുകളുടെ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അവരെ റിമൂവൽ ചെയ്യുന്നതിൻ്റെ കേസിൽ, ഇങ്ങനെ പറയുന്ന എല്ലാ ഫാക്ടിലും ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇനാഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ഡെപ്രിസിയേഷൻ, ഡെപ്രിസിയേഷന് വേണ്ടിയിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാതെ പോകുന്നത്. ദെൻ ഇനാഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ബാലൻസ്, എന്തായാലും മൾട്ടിനാഷണൽ കമ്പനിയിൽ ബാലൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബാലൻസിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാതെ പോവുക. ദെൻ നോൺ റിസീറ്റ്സ് ഓഫ് ബ്രാഞ്ച് റിപ്പോർട്ട്, അപ്പോൾ ബ്രാഞ്ച് റിപ്പോർട്ടിൽ നിന്ന് വന്നിട്ടുള്ള റിസീറ്റ്സ് ഇതൊന്നും ചെയ്തിട്ടില്ല, എൻ്റർ ചെയ്യാണ്ട് പോകുന്നു. വെൻ ഹി ഫൈൻഡ്സ് റോങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ട്രാൻസാക്ഷൻ ഇൻ ആൻ അക്കൗണ്ട്, അപ്പോൾ റോങ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോവുക. അതായത് റവന്യൂ അസറ്റിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ റവന്യൂവിനെ സെയിൽസ് റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ കണ്ട ഒരുപാട് മിസ്റ്റേക്സുകൾ കമ്മിറ്റ് ചെയ്തു പോകുന്നു. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് മേ ബി അക്കോർഡൻസ് ടു ബുക്സ് ബട്ട് ദേ ഡു നോട്ട് ഗീവ്സ് ദ ഇൻഫോർമേഷൻ റിക്വയർഡ് ബൈ ദ കമ്പനി ലോ. ഇപ്പോൾ കമ്പനി ലോവിൻ്റെ പ്രകാരമുള്ള അക്കൗണ്ട്സ് അല്ല പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കേസുകൾ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് സാധാരണ ഒരു ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് റിപ്പോർട്ട് അഥവാ ക്വാളിഫൈഡ് റിപ്പോർട്ട് കമ്പനീൻ്റെ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ കൺസേൺഡ് ഒഫീഷ്യൽ അതോറിറ്റിക്ക് കൈമാറ്റം ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നും എന്താണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നുള്ളത് കണ്ടുകഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടത് കോൺസിക്വൻസസ് ഓഫ് ഗിവിങ് എ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് റിപ്പോർട്ടാണ്. അപ്പോൾ നെഗറ്റീവ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് സംഭവിക്കുക? നമുക്കറിയാം, നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനീൻ്റെ ഇമേജ് പോകും, കമ്പനീൻ്റെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞു പോകും. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കറപ്ഷൻസ് ആണ് എന്നുള്ള അസംഷനിൽ ഇൻവെസ്റ്റിഗേറ്റർ കടന്നു വരാൻ സാധ്യതയുണ്ട്. ദെൻ നോൺ റിന്യൂവൽ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോൾ ഡയറക്ടർ ബോർഡിലുള്ള പ്രശ്നം കൊണ്ടാവാം എന്ന് കരുതിയിട്ട് ഈ പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാമെന്നല്ലാതെ റിന്യൂവൽ നടത്തുന്നതിനുള്ള സാധ്യതകളൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് കോൺസിക്വൻസസ് ഉണ്ടാകുന്നത്. ദെൻ എന്താണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്? then what is the difference between audit certificate and audit report? നമുക്ക് നോക്കാം, what is audit certificate? എന്താണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ? What is audit certificate? Simple term ആണ്. Audit
certificate. What is audit certificate? എന്താണ് audit certificate? An audit certificate is a certificate of truth of the state that the auditors makes. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ വൗച്ചർ അല്ലെങ്കിൽ ഓരോ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഓരോ എവിഡൻസ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് അക്കൗണ്ട്സിന്റെ റൂൾ പ്രകാരമാണ്. ദാറ്റ് മീൻസ് ഡെബിറ്റ് ആസ്പെക്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് ഒക്കെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിഗേഴ്സ് വേർഡ്സിലും അതുപോലെ ലെറ്ററിലും എൻ്റർ ചെയ്തിട്ടുള്ളതെല്ലാം കറക്റ്റ് വേയിലാണ് എന്നുള്ള ഒരു ട്രൂത്ത് ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കുന്നതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് ആൻ ഇംപ്രഷൻ ദാറ്റ് the auditor is issuing a guarantee of absolute correctness and accuracy of statement he makes. അപ്പോൾ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം ട്രൂ ആണ്, ഫെയർ ആണ്, അത് അക്കൗണ്ട്സിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം ട്രൂ ആണ് എന്നുള്ള 100% ഗ്യാരണ്ടി അല്ലെങ്കിൽ അക്യുറസി എൻഷുർ ചെയ്യുന്ന ഒരു ട്രൂത്ത് സർട്ടിഫിക്കറ്റിനെ ആണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് എ certificate to truth of statement that the auditor makes. Then what is the difference between audit certificate and audit report? എന്താണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. Then first one, നേച്ചറിന്റെ കേസിൽ ബേസിസ് നേച്ചർ ആണ്. An audit report is simply an expression of opinion of financial statement. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. Then while audit certificate is a certificate of truth, അക്യുറസിയും അതുപോലെ തന്നെ അതിന്റെ ഗ്യാരണ്ടി, അബ്സല്യൂട്ട് ഗ്യാരണ്ടി ഒരു ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. The second one, based on. An audit report is based on facts, estimates and assumptions, where an audit certificate is based on fact and figures supported by vouchers and documentary evidence. ഇപ്പോൾ ഡോക്യുമെന്ററി എവിഡൻസും അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് പോലുള്ള വൗച്ചർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിൽസ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടിന്റെ ബേസിലാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്, എസ്റ്റിമേഷൻസ് ആൻഡ് അസംഷൻസ്. അസംഷൻസിന്റെയും എസ്റ്റിമേഷൻസിന്റെയും ഫാക്ടിന്റെയും ബേസിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ക്ലെയിംസ് ഓഫ് ട്രൂത്ത്. ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ട്രൂത്ത് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്താണ് കംപ്ലീറ്റ്ലി ട്രൂത്ത് ആണ്. ഓക്കെ, ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനീസ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ഒപ്പീനിയൻ. ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ഒപ്പീനിയൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള ഫാക്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എഴുതിയിട്ടുള്ള ഫാക്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ ആണ്. അപ്പോൾ നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടാവാം, പോസിറ്റീവ് ഒപ്പീനിയൻ ഉണ്ടാവാം. ഓക്കെ, then never certificate the accounts as 100% true and audit report contain 100% truth. That means audit certificate 100% truth ആണ്, പക്ഷെ audit report എന്നല്ല 100% truth അല്ല. The guarantee of truth. Audit report is only the test and not a guarantee. Audit report ഒരു ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആണ്, പക്ഷെ audit certificate is guarantee of truth. Then liability of the auditor. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കേസിലും ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ കേസിലും ഓഡിറ്ററിന്റെ ലാബിലിറ്റി എങ്ങനെയാണ്? ഇഫ് എ സൈൻഡ് റിപ്പോർട്ട് ബൈ ദ ഓഡിറ്റർ ഹാപ്പൻസ് ടു ബി റോങ്. ഇപ്പൊ സൈൻ ചെയ്യുന്നിടത്ത് തെറ്റ് പറ്റി എങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കേസിൽ ഹി കനോട്ട് ബി ഹെൽഡ് ലയബിൾ ഫോർ സിംപ്ലി എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. അതായത് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അതൊരു പ്രശ്നമല്ല. But if a signed certificate by an auditor is wrong, the auditor is being liable. ഇത് തിയററ്റിക്കലി പറയാനേ പറ്റുള്ളൂ. ഓഡിറ്റ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യലും നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് സാധാരണ കേസിൽ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഫാക്ട്. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ക്വാളിറ്റീസ് എന്തെല്ലാമായിരിക്കണം, ദെൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആരാണ് സൈൻ ചെയ്യുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്തെല്ലാമാണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ദെൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഹൗ ഡിഫറൻഷിയേറ്റ് ഫ്രം ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക.
പിന്നെ ടെക്സ്റ്റോ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ മെറ്റീരിയൽസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എക്സാമിനെ നന്നായി ഫേസ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും.